നമസ്കാരം. ഒരുപാട് വാഗ്വാദങ്ങൾക്കും വിവാദങ്ങൾക്കും ശേഷം ഒലിവിയ സിൽക്സ് എന്ന മഹാസാമ്രാജ്യം താഴെ വീണിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് ഒലിവിയ ഡിസൈൻസ് പൂട്ടിക്കെട്ടിയതിനു ശേഷം അല്ലെങ്കിൽ അവരുടെ ഓൺലൈൻ ബിസിനസ് പൂട്ടിക്കെട്ടിയതിനു ശേഷം എന്താണ് അവരുടെ മുമ്പോട്ടുള്ള പ്ലാൻ, എന്താണ് അവർ നിലവിൽ ഒരു ഹൈപ്പ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളതിനൊക്കെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒലിവിയ ഡിസൈൻസിൻ്റെ മുന്നോട്ടുള്ള ഭാവി എന്നത് നമുക്ക് നോക്കാം. കൂടുതൽ അടുപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾക്കെല്ലാവർക്കും അറിയാം, ഒലിവിയ ഡിസൈൻസ് പൂട്ടിപ്പോകാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. എന്നാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് അവർ വലിയ രീതിയിൽ നേരിട്ട ചീത്തപ്പേര്. അവർക്ക് ഒരുപാട് ചീത്തപ്പേര് സമൂഹത്തിൽ നേരിടേണ്ടതായി വന്നു. ഈ ചീത്തപ്പേര് മൂലമാണ് ഒന്നാമതായിട്ട് അവർ പൂട്ടിപ്പോയത്. കസ്റ്റമേഴ്സിൻ്റെ ഇടയിലും സ്റ്റാഫിൻ്റെ ഇടയിലും വലിയ രീതിയിലുള്ള ചീത്തപ്പേരാണ് ഇവർ ഉണ്ടാക്കി വെച്ചത്. കസ്റ്റമേഴ്സ് ഇത്രയും വിവാദങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്ഥാപനത്തിൽ നിന്നും സാധനങ്ങൾ അല്ലെങ്കിൽ ഡ്രസ് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാൻ മടി കാണിച്ചു. അതേസമയം അവിടുത്തെ ഇറങ്ങിപ്പോയ സ്റ്റാഫുകളും നിലവിലെ സ്റ്റാഫുകളും ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കാരണങ്ങളൊക്കെയാണ് ഒലിവിയ ഡിസൈൻസ് പൂട്ടിപ്പോയ പ്രധാന കാരണങ്ങളിൽ ഒന്ന്. മുമ്പുണ്ടായിരുന്ന സ്റ്റാഫുകൾ നേരിട്ടിരുന്ന തിക്ത അനുഭവങ്ങൾ അവർ സമൂഹ മാധ്യമങ്ങളിൽ വിളിച്ചു പറഞ്ഞതോടെ ഒലിവിയ ഡിസൈൻസിന് വലിയ രീതിയിലുള്ളൊരു മോശം അഭിപ്രായമാണ് ജനങ്ങൾക്കിടയിൽ ഉണ്ടായത്. അതുമാത്രമല്ല, നിലവിലെ സ്റ്റാഫുകളെ കൊണ്ട് അവർ കാട്ടിക്കൂട്ടിയ പലതരത്തിലുള്ള നാടകങ്ങളും വളരെ മോശമായിട്ടാണ് പലരിലേക്കും സ്വാധീനിച്ചത്. അവർ ചിന്തിച്ച പോലെ ഒരു വലിയ ഹൈപ്പല്ല അവർക്കുണ്ടാക്കിയത്. അതിനുപരി വലിയൊരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഇത്തരത്തിലുള്ള നാടകങ്ങളും അവർ കാട്ടിക്കൂട്ടിയ പ്രഹസനങ്ങളും മൂലം ഉണ്ടായത്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സുമായി ഉണ്ടായ തർക്കം ഇവരുടെ പൂട്ടിക്കെട്ടലിന് വലിയൊരു വഴി തെളിച്ചു. അതുൽ ബ്ലോഗ്സ് പോലെയുള്ള ഭീകരന്മാരെയാണ് ഇവർ വെല്ലുവിളിച്ചത്. ഇവർ മിണ്ടാതിരുന്നിരുന്നെങ്കിൽ യാതൊരു പ്രശ്നവും ഉണ്ടായില്ലായിരുന്നു. എന്നാൽ ഇവർ ചെയ്തത് അവരെ പോയി വെല്ലുവിളിക്കുകയും പല രീതിയിലുള്ള വാഗ്ദാനങ്ങൾ നടത്തുകയും ചെയ്തു. ശേഷം അവരെ സ്വാധീനിക്കാനും ശ്രമിച്ചു. ആ കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം. ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഇടപെടൽ ഇവരുടെ പൂട്ടിപ്പോകലിന് ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടാവില്ലായിരുന്നു. തുടക്ക സമയത്ത് ഇവർ വലിയൊരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുകയും അതിനുശേഷം പല ഇൻഫ്ലുവൻസേഴ്സിനെ സ്വാധീനിച്ച് മറ്റുള്ളവരെ ശാന്തരാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇൻഫ്ലുവൻസേഴ്സിനെ മാത്രമല്ല, ഉന്നത തല ഉദ്യോഗസ്ഥരെയും പല രാഷ്ട്രീയക്കാരെയും പല ഇൻഫ്ലുവൻസേഴ്സിനെയും സ്വാധീനിച്ച് ഇവർക്കുണ്ടായ ചീത്തപ്പേരിനെ വെളുപ്പിക്കാൻ ശ്രമിച്ചു. അല്ലെങ്കിൽ ഇവർക്കെതിരെ നെഗറ്റീവ് കണ്ടന്റ് ചെയ്യുന്ന ക്രിയേറ്റേഴ്സിനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. അതായത് വലിയ ക്രിയേറ്റേഴ്സ്, കുട്ടി ക്രിയേറ്റേഴ്സിനല്ല. അത് നമ്മളെല്ലാവരും കണ്ടതാണ്. നമ്മളുടെ കടൽ മച്ചാൻ ഇറങ്ങിത്തിരിക്കുകയും നമ്മുടെ ട്രൂ ടി വി ആയിട്ട് സംസാരിക്കുന്ന ദൃശ്യങ്ങളും വീഡിയോസും എല്ലാം നമ്മൾ കണ്ടതാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളും അവർ ചിന്തിച്ചൊരു പോസിറ്റീവ് വശമല്ല അവർക്ക് കൊടുത്തത്. വളരെ ഒരു നെഗറ്റീവായ ഒരു തലത്തിലേക്ക് ഇതിനെ കൊണ്ട് എത്തിക്കുകയും ചെയ്തു. ഇത്തരത്തിലൊരു ചീത്തപ്പേരുണ്ടാകുമ്പോഴത്തേനും സ്വാഭാവികമായിട്ടും അവരുടെ പ്രോഡക്ട്സ് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും സാറ്റിസ്ഫൈഡ് കസ്റ്റമർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിലവിലുള്ള കസ്റ്റമേഴ്സും പുതിയ കസ്റ്റമേഴ്സും ഇത്രയും പ്രശ്നങ്ങൾ നിൽക്കുന്ന ഒരു സ്ഥാപനത്തിൽ നിന്ന് സാധനം വാങ്ങണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് എത്തും. വെറുതെ നിന്ന് ഈ ചീത്തപ്പേരി ഞാൻ പ്രശ്നക്കാരനാകുന്നത് എന്ന് പലരും ചിന്തിക്കും. ഇപ്പം നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് ന്യൂസ് വന്നു കഴിഞ്ഞാൽ സ്റ്റോക്ക് താഴേക്ക് പോവുകയും ഒരു പോസിറ്റീവ് ന്യൂസ് വന്നു കഴിഞ്ഞാൽ സ്റ്റോക്ക് മുകളിലേക്ക് കയറുകയും ചെയ്യും. ഇത് തന്നെയാണ് സംഭവിച്ചത്. ഒരു നെഗറ്റീവ് വാർത്ത പടർന്നു, പല ആൾക്കാരും പിന്നോക്കം വലിക്കും. അപ്പോൾ ഇത്തരത്തിൽ പടർന്നൊരു നെഗറ്റീവായിട്ടുള്ള ന്യൂസ് അവരുടെ കച്ചവടത്തെ വലിയ രീതിയിൽ അത് ബാധിക്കാൻ തുടങ്ങി. പൊതുവെ ഒരു സ്റ്റോക്ക് കൊണ്ടുവന്ന 1-2 മണിക്കൂറിൽ നമ്മുടെ നാപ്റ്റോൾ പറയുന്ന പോലെ ഇതാ സ്റ്റോക്ക് അവസാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാർക്ക് അവരുടെ സ്റ്റോക്ക് വിറ്റഴിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് മാറി. വളരെ കഷ്ടപ്പെട്ട് കെട്ടിപ്പടുത്തിയ ഒരു സാമ്രാജ്യം താഴെ വീഴാൻ ആരും സമ്മതിക്കില്ല. അതേപോലെ തന്നെ ഇവരും ശ്രമിച്ചു. ഇവരുടെ കയ്യിൽ നിന്ന് താഴെ പോകാതിരിക്കാൻ എങ്ങനെയൊക്കെ ഈ സ്ഥാപനത്തെ പിടിച്ചു നിർത്താൻ സാധിക്കുമെന്ന് ഇവർ നോക്കി. അതിനിവർ ചെയ്തത് ഇവരുടെ സ്വന്തം സോഷ്യൽ മീഡിയ ആയ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം ഈ വരുന്ന അഴിമതി ആരോപണങ്ങൾക്ക് ഈ മറ്റ് ആരോപണങ്ങൾക്കുമെതിരെ ന്യായീകരിച്ചുകൊണ്ടുള്ള വീഡിയോസ് ഇട്ടു. എന്നാൽ ഈ വീഡിയോസിലെല്ലാം ജനങ്ങൾക്കിതൊരു കോമാളിത്തരമായിട്ടാണ് ഫീൽ ചെയ്തത്. അതുകൊണ്ടാണ് കൂടുതൽ ആളുകളും ഇതിനെ കൂടുതൽ വിമർശകമായി കാണാൻ ശ്രമിച്ചത്. പക്ഷേ ഇതെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ എക്സ്പോസ് ആവുകയും കൂടുതൽ ചീത്തപ്പേര്, അപ്പോൾ അവരെന്തോ കള്ളത്തരം കാണിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അവരിത്തരത്തിൽ ഈ കാര്യങ്ങളെല്ലാം മൂടി മറയ്ക്കാൻ ശ്രമിക്കുന്നത് എന്നൊരു ഇമേജ് പുറത്തേക്ക് വരികയും ചെയ്തു. ഇനിയാണ് നമ്മൾ നമ്മുടെ മെയിൻ ടോപ്പിക്കിലേക്ക് വരുന്നത്. ഒലിവിയ ഡിസൈൻസ് എന്ന ഓൺലൈൻ ബിസിനസ് പൂട്ടി. ഇനി എന്താണ് അവരുടെ ഭാവി പരിപാടി? നമ്മൾ കണ്ട അച്ചു മാഡം ഏതായാലും കുടുംബിനിയായി വീട്ടിയിരിക്കുമെന്ന് തോന്നുന്നില്ല. അവർ സമ്പത്തുണ്ടാക്കാൻ പുതിയ വഴികൾ തേടിപ്പോവും. അപ്പോൾ എന്താണ് ഇവരുടെ പുതിയ വഴികൾ നോക്കി കഴിഞ്ഞാൽ, ഒന്ന്, നിലവിൽ മോണിറ്റൈസ് ആയിട്ടുള്ള ഒരു യൂട്യൂബ് ഫേസ്ബുക്ക് പേജ് ഇവർക്കുണ്ട്. ഇതിൽ ഇപ്പോൾ നിലവിൽ തന്നെ അവർ പല റീൽസുകളും മറ്റു പല വീഡിയോസും, അതായത് എൻ്റർടൈൻമെൻറ്റ് വീഡിയോസ് ഷെയർ ചെയ്ത് തുടങ്ങി. അപ്പോൾ യൂട്യൂബിൽ നിന്നുള്ള വരുമാനം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ നോക്കും. മെയിനായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവരും നിങ്ങൾ കണ്ടുവരുന്ന ചില യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ട് മാറാനുള്ള സാധ്യതകളുണ്ട്.
പിന്നെ മറ്റ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വശം എന്ന് പറഞ്ഞാൽ ഇവർ പുതിയ എന്തെങ്കിലും ബിസിനസ് സംരംഭവുമായി ഉറപ്പായും വരും. കാരണം ഇവരുടെ സംസാരത്തിൽ ഇവർ പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ ഇനി സ്ത്രീകളെ വെച്ചിട്ടൊരു പരിപാടി ചെയ്യില്ല എന്ന്. അപ്പോൾ സ്വാഭാവികമായും അവർ പുതിയൊരു കാര്യങ്ങളായി തിരിച്ചു വരും. അത് എങ്ങനെ നോക്കിയാലും ഒരു പോസിറ്റീവ് സാധനമായിരിക്കില്ല. കാരണം ഉഡായിപ്പിച്ച് ജീവിച്ച ഒരു ടീമിന് നല്ല രീതി വരാനുള്ള സാധ്യത കുറവാണ്. ഇനി അവർ മാനസാന്തരപ്പെട്ട് നല്ല രീതിയിലേക്ക് മാറുന്നുണ്ടെങ്കിൽ വളരെ നല്ലത്. ഏത് കുറ്റവാളിക്കും നമ്മൾ മാനസാന്തരപ്പെടാൻ ഒരു അവസരം കൊടുക്കണമല്ലോ. തെറ്റിപ്പോയി, വിട്ടോളാം. എന്ത് കാര്യത്തിൽ നിന്നും നമുക്ക് എന്തെങ്കിലും ഒന്ന് പഠിക്കാൻ കിട്ടും. നമുക്ക് എന്താണ് ഈ ഒലിവിയ ഡിസൈൻസിൻ്റെ കാര്യത്തിൽ നിന്ന് പഠിക്കാൻ പറ്റിയ? ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ എല്ലാവരെയും കബളിപ്പിച്ചുകൊണ്ട് അധിക നാൾ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഓർമ്മയിൽ വെക്കുക. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഇവരുടെ പുതിയ സാമ്പത്തിക ഉഡായ്പകളുമായി ഇവർ തിരിച്ചു വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി ഒലിവിയയുടെ വീഡിയോസ് ഞാനും ചെയ്യില്ല. നമുക്കിനി മറ്റു ടോപ്പിക്കുകൾ നോക്കിപ്പോവാം. അപ്പോൾ ഈ വീഡിയോ കണ്ട് സഹായിച്ച എല്ലാവർക്കും നന്ദി. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. ഇനിയാണ് നമ്മൾ നമ്മുടെ മെയിൻ ടോപ്പിലേക്ക് വരുന്നത്. വളരെ കഷ്ടപ്പെട്ട് എല്ലാം പറഞ്ഞതാണ്.